ദൈവം മനുഷ്യനായി വന്നപ്പോൾ തിരഞ്ഞെടുത്ത ഇടം ഒരു പുൽക്കൂടായിരുന്നു. ഇത് വെറും ഒരു ചരിത്ര സംഭവമല്ല, ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവിക സന്ദേശമാണ്. ദൈവം എളിമ തിരഞ്ഞെടുക്കുന്നു. പിറവിക്കാലത്തിന്റെ മൗനരാത്രി രാജാതിരാജൻ ജനിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊട്ടാരത്തിലോ സമ്പന്നരുടെ വീട്ടിലോ ആയിരുന്നില്ല, നിസ്സാരമായ ഒരു പുൽക്കൂട്ടിലായിരുന്നു. അവൻ തന്റെ ആദ്യജാതനെ പ്രസവിച്ച് പുൽക്കൂട്ടിൽ കിടത്തിയെന്ന് ലൂക്കയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം എവിടെ ജനിക്കാൻ തിരഞ്ഞെടുത്തു? എളിമയുടെ ഇടം. ഇത് നമ്മോടുള്ള സന്ദേശമാണ്. ദൈവം എളിമയുള്ള ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. ലാളിത്യമാണ് ദൈവത്തിന്റെ ഭാഷ. ദൈവം നമ്മെ ലാളിത്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പുൽക്കൂടിന്റെ ലാളിത്യം ദൈവത്തിന്റെ മഹത്വത്തെ മറിച്ചു വെക്കുന്നില്ല, മറിച്ചത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയവനാണ് വലിയവനാകുന്നു എന്ന് ലൂക്കയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നമ്മെ ജീവിതമുള്ള ലാളിത്യമാണ് ഏറ്റവും വലിയ മഹിമയെന്ന് പഠിപ്പിക്കുന്നു. ദൈവം എളിമയുള്ളവർക്കാണ് ആദ്യം സാക്ഷ്യം നൽകുന്നത്. ദേവദൂതന്റെ ജനന സന്ദേശം നൽകിയവർ ആരായിരുന്നു? സമ്പന്നരോ രാജാക്കന്മാരോ അല്ല. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്ക് രക്ഷകൻ ജനിച്ചിരിക്കുമെന്ന് ലൂക്കയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം ലോകം അവഗണിക്കുന്നവരെയാണ് ആദ്യം അന്വേഷിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിന്റെ പ്രതീകമാണ് പുൽക്കൂട്. അന്നത്തെ ലോകത്തിന്റെ അടയാളം, ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത നിരസിച്ച ഒരു സ്ഥലം. ഇന്ന് ക്രിസ്തു ജനിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ പുൽക്കൂട് നമ്മുടെ ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥലം നൽകിയാൽ അവിടെ സന്തോഷം, സമാധാനം, കരുണയും ഉദിക്കും. ക്രിസ്മസിന്റെ മഹത്വം ആഘോഷങ്ങളിലോ അലങ്കാരങ്ങളിലോ അല്ല, ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന നിമിഷത്തിലാണ്. ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ച് തന്റെ ഏകജാതനെ നൽകിയെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹത്തിൽ നയിക്കുന്ന രക്ഷകനാണ്. ഈ ക്രിസ്മസ് നമുക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. നമ്മുടെ വീടിനെയും ഹൃദയത്തെയും ഒരു പുതിയ പുൽക്കൂടായി മാറ്റുക. എളിമയും കാരുണ്യവും ദയയും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുക. എവിടെ എളിമയുണ്ടോ അവിടെ ദൈവം വെളിപ്പെടുന്നു എന്ന സത്യം ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുക. കൃപയും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ദൈവത്തിന്റെ സ്നേഹം ഓരോരുത്തരുടെയും ഹൃദയ പുൽക്കൂട്ടിൽ